Welcome back to Catalyst Education. I am Trishna, your English faculty. So today in this video, we are going to learn about how to write an email. So, 10th ക്ലാസ്സിന് ശേഷം ലെറ്റർ എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ടിനോ നിങ്ങളുടെ പാരന്റ്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഇനി നിങ്ങളുടെ ടീച്ചറിനായിക്കോട്ടെ പ്രിൻസിപ്പലിനായിക്കോട്ടെ ഇങ്ങനെ ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്റർ എഴുതാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എന്നാൽ മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഇമെയിലാ. സോ എന്താണ് ഈ ലെറ്ററും ഇമെയിലും തമ്മിലുള്ള മാറ്റം എന്നുള്ള അല്ലെ? അതായത് ഇമെയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ലെറ്ററിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ആയെന്നുള്ള. നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ലെറ്റർ അയക്കുക, നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് നമ്മളത് പോസ്റ്റ് ഓഫീസ് വഴി അല്ലെ നമ്മളത് പോസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അത് അങ്ങോട്ട് എത്തും നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ അടുത്തേക്ക്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താ അവൈലബിൾ ആ, ഇന്റർനെറ്റ് നമുക്ക് അവൈലബിൾ ആ അല്ലെ? അപ്പോ ആ ഒരു ലെറ്ററിന്റെ ഒക്കെ ശേഷം അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ആയിട്ടാണ് ഇമെയിൽ ഇറങ്ങിയിട്ടുള്ളത്. അതായത് നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് അതേപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെയിൽ അയക്കാം. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എന്ത് വേണം, ഒരു ഇമെയിൽ ID വേണം അല്ലെ? അതേപോലെ തന്നെ ആർക്കാണ് നമ്മൾ അയക്കുന്നത് ആ ആൾക്കും എന്ത് ചെയ്യണം, അത് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ആ ഒരു ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളെല്ലാം വേണം. ഓക്കെ, അപ്പം നമ്മുടെ ഇമെയിൽ ID നമ്മൾ ഓപ്പൺ ചെയ്തിട്ട്, അഥവാ നമ്മുടെ ജിമെയിൽ, നമ്മുടെ ഫോണിൽ ജിമെയിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ ID അതിലപ്പോൾ ഓൾറെഡി കാണിക്കും. എന്നാൽ ആർക്കാണോ നമ്മൾ അയക്കുന്നത് ആളുടെ ഇമെയിൽ ID നമ്മൾ അവിടെ കൊടുത്തിട്ട് അതിനുശേഷം സബ്ജക്ട്, ദെൻ ഒരു ലെറ്ററിന്റെ കോണ്ടന്റ് എങ്ങനെയാണോ നിങ്ങൾ കൊടുക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇമെയിലും നമുക്ക് എഴുതിയിട്ട് നമുക്കത് സെൻഡ് ചെയ്യാം അല്ലെ? യെസ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ആർക്കാണ് അയക്കുന്നത് ആ ആളുടെ അടുത്തേക്ക് അത് എത്തും എന്നുള്ളതാണ് ബൈ യൂസിങ് ഇന്റർനെറ്റ് അല്ലെ? ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ആ ഒരു ഇമെയിൽ അവർക്ക് റിസീവ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇമെയില് നമ്മുടെ ഫ്രണ്ട്സിനായിക്കോട്ടെ അല്ലെങ്കിൽ പാരന്റ്സ് അങ്ങനെയുള്ള ഇൻഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലെറ്റർ എഴുതുന്ന അതേ രീതിയിൽ നമുക്ക് മെയിൽ എഴുതി അയക്കാം. എന്നാൽ ഒഫീഷ്യൽ ആയിട്ടുള്ള പേർപ്പസിന് നമുക്ക് എന്ത് ചെയ്യാം, മെയിൽ സെൻഡ് ചെയ്യാം എന്നുള്ള അല്ലെ? യെസ്. അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുക. ഇമെയിൽ എന്ന് പറഞ്ഞാല് വളരെ ടഫ് ആയിട്ടുള്ള ഒരു കാര്യം എന്നല്ല അല്ലെ? ഏറ്റവും ബേസിക് ആയിട്ട് ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ രണ്ടിലും എവിടെയാണ് മാറ്റം വരിക, അതിന്റെ ഫോർമാറ്റിലാണ് മാറ്റം. ലെറ്ററിന്റെയും ഇമെയിലിന്റെയും ആ ഫോർമാറ്റിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്. അതിന്റെ കോണ്ടന്റ് അല്ലെ ഏകദേശം സെയിം തന്നെയാണ് എന്നുള്ള. ലെറ്ററിൽ എഴുതുന്ന കോണ്ടന്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഇമെയിലിൽ നിങ്ങൾക്ക് അയക്കാം. ഓക്കെ, സോ ഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേർപ്പസിന് നമ്മൾ അയക്കുന്ന ഇമെയിൽ ആണ് ഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ എന്ന് പറഞ്ഞാൽ. സോ അതെന്തിനൊക്കെ, സ്കൂളിലേക്കോ കമ്പനിയിലേക്കോ ഓഫീസിലേക്കോ ഇങ്ങനെയുള്ള പേർപ്പസിനൊക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേർപ്പസിന് നമ്മൾ അയക്കുന്ന ഇമെയിൽസ് ആണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഇമെയിൽ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ഇമെയിൽ എന്ന് പറഞ്ഞാലോ, നമുക്ക് പാരന്റ്സ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇമെയിൽ അയക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ കൃത്യമായിട്ട് എന്ത് പഠിച്ചിരിക്കണം, എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇമെയിൽ അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിലിന്റെ ഫോമാറ്റ് എന്താ, അതേപോലെ തന്നെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഇമെയിലിന്റെ ഫോമാറ്റ് എന്താ, ഇത് രണ്ടും എന്ത് ചെയ്യണം, നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവണം അല്ലെ? യെസ്. അപ്പം നമ്മൾ ഒരാൾക്ക് ഇമെയിൽ അയക്കാണെന്ന് വിചാരിച്ചു, എന്താണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത്, സ്വന്തമായിട്ട് ഒരു മെയിൽ ID വേണം അല്ലെ? യെസ്. അപ്പൊ ഞാൻ എന്റെ ഫോണിൽ നിന്നാണ് ഞാൻ മെയിൽ അയക്കുന്നത് എന്റെ ഫ്രണ്ടിന്. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ എന്റെ ജിമെയിൽ പോയിട്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ടെക്സ്റ്റ് കമ്പോസ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ നിൽക്കുന്ന സമയത്ത് തന്നെ എന്റെ ഇമെയിൽ ID യുടെ മേലെ കാണും എന്നുള്ള. അപ്പൊ നോക്കാം, അയക്കുന്ന ആളുടെ ഇമെയിൽ ID നമ്മൾ എന്ത് ചെയ്യണ്ട, കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി അവിടെ ഉണ്ടാവും. നമ്മൾ ആ ആളുടെ ഇത് ഓപ്പൺ ചെയ്തിട്ടാണല്ലോ അയക്കുന്നത്. സോ അത് നമുക്ക് അവിടെ ഫ്രം എന്ന് പറഞ്ഞിട്ട് അത് അവിടെ കാണിക്കും. പക്ഷെ ആർക്കാണോ നമ്മൾ അയക്കുന്നത് ആ ആളുടെ എന്ത് ചെയ്യണം, ഞാനിവിടെ കൊടുക്കണം എന്നുള്ള കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം, റീഹ എന്ന് പറയുന്ന കുട്ടി ആർക്കാണ് അയക്കുന്നത്, റിയയുടെ ഫ്രണ്ട് ആയിട്ടുള്ള അലൻ അയക്കുന്ന ഇമെയിലാ. അപ്പൊ ടു എന്ന് പറഞ്ഞിട്ട് alan@gmail.com. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഫ്രം റീഹ ടു അലൻ എന്നുള്ള മാത്രമല്ല കാണുന്നത് അല്ലെ, രണ്ടും അത് കഴിഞ്ഞിട്ട് @gmail.com എന്നുണ്ട്. അപ്പൊ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഇതേപോലെ @gmail.com എന്നിട്ട് കൊടുത്താലേ അത് എന്താവുള്ളൂ, അതൊരു ഇമെയിൽ ID ആയിട്ടുള്ളൂ, പ്രോപ്പർ ആയിട്ടുള്ള കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്നാൽ മാത്രം അതിന്റെ ഒരു ആ ഒരു കംപ്ലീറ്റ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ? സോ അത് കഴിഞ്ഞിട്ട് CC-യും BCC നിങ്ങൾക്ക് കാണും. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ആയിട്ടുള്ള മെസ്സേജ് ഒക്കെ അയക്കുന്ന സമയത്തൊക്കെയാണ്, അങ്ങനെ ഇമെയിൽ ഒക്കെ അയക്കുമ്പോഴാണ് നമ്മൾ അത് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻഫോർമലിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, അങ്ങനെ ബ്രോഡ്കാസ്റ്റിന്റെ സംഭവങ്ങളൊന്നും നമ്മൾ ഫില്ല് ചെയ്യേണ്ട. അതിനത് മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെ, നിങ്ങൾ അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ അത് ബ്ലാങ്ക് ആക്കി വെച്ചാൽ മതി. ഓക്കെ, then അത് കഴിഞ്ഞിട്ട് സബ്ജക്ട് നമ്മൾ ഇമെയിലിൽ എന്തായാലും അവിടെ സബ്ജക്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഇമെയിൽ അയക്കുന്ന സമയത്ത് ആ ഒരു സബ്ജക്ട് നമ്മൾ ഫില്ല് ചെയ്യണം എന്നില്ല. ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇമെയിലൊക്കെ സെൻഡ് ആവും, നമ്മുടെ ഫ്രണ്ടിന് ആ ഇമെയിൽ കിട്ടും.
പക്ഷേ എക്സാമിനൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് മാർക്ക് കിട്ടാൻ സബ്ജക്ട് ഇല്ലെങ്കിൽ കിട്ടും, പക്ഷെ എന്നാലും അതിന്റെ ഒരു പ്രോപ്പർ വേ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സബ്ജക്ട് നമ്മൾ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ പൊതുവെ നമ്മൾ എന്ത് ചെയ്യേണ്ട, സബ്ജക്ട് കൊടുക്കൽ മാൻഡേറ്ററി അല്ല. പക്ഷേ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് കൊടുക്കണം, സബ്ജക്ട് നിങ്ങൾ കൊടുക്കണം. അത് കൊടുത്താലേ നിങ്ങൾക്ക് അതിന്റെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, യെസ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നോക്ക്, ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണോ നിങ്ങളൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ലെറ്റർ നിങ്ങൾ അയക്കുന്നത്, അതേ കോണ്ടന്റ് ആണ് ഇവിടെ. ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ലെറ്റർ അയക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ജസ്റ്റ് അല്ലെ ഡിയർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചോദിക്കുക, ഹൗ ആർ യു മൈ ഡിയർ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. യെസ്. അത് കഴിഞ്ഞിട്ടോ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുമ്പോഴല്ലേ നമ്മളൊരു ഇമെയിൽ ഒക്കെ അയക്കുക. യെസ്, അപ്പം ഐ ഹാവ് ഗോട്ട് സംതിങ് സ്പെഷ്യൽ ടു ടെൽ യു എന്നുള്ളത് നമുക്ക് പറയാം അല്ലെ. ഇനി അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണോ സാഡ് ആയിട്ടുള്ള കാര്യമാണോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്ക് അത് മാറ്റി കൊടുക്കാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നിർത്തുന്ന സമയത്ത് കൺക്ലൂഷനിൽ നമ്മൾ എന്ത് കൊടുക്കാം, ഐ ഹോപ്പ് യു വിൽ റിയലൈസ് മൈ ഫീലിംഗ്സ് ആൻഡ് റിപ്ലൈ ആസ് സൂൺ ആസ് പോസിബിൾ. ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു, നീ എന്റെ ആ ഒരു ഫീലിംഗ്സ് ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളതും പെട്ടെന്ന് തന്നെ എനിക്ക് റിപ്ലൈ തരും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്സ് ആൻഡ് ഹോപ്പിംഗ് ടു മീറ്റ് യു സൂൺ ഹിയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യാം, യെസ് ഞാൻ എന്റെ വാക്കുകളൊക്കെ ഉപസംഹരിക്കുക അല്ലെ, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാണ്, പെട്ടെന്ന് തന്നെ നിന്നെ കാണാൻ പറ്റും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുക അല്ലെ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാ പറഞ്ഞത്. കൺവേ മൈ വാം റിഗാർഡ്സ് ടു ഓൾ അറ്റ് ഹോം. വീട്ടിലുള്ള എല്ലാ ആൾക്കാരോടും അന്വേഷണമൊക്കെ പറയണം. മേ ഗോഡ് ബ്ലെസ് യു, യുവേഴ്സ് ലവിംഗ്ലി എന്ന് പറഞ്ഞിട്ട് നേരെ എന്ത് കൊടുത്ത, നെയിമും കൊടുത്തു. ഓക്കെ, യെസ്. അപ്പൊ ഇതെന്താ ഇൻഫോർമൽ ആയിട്ടുള്ള ലെറ്ററിന്റെ അതേ ഫോമാറ്റ് തന്നെ, ഇവിടെ മാത്രമാണ് ചേഞ്ച് വന്നതല്ലേ ഇമെയിലിന്റെ. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഫോർമൽ ആയിട്ടുള്ള ഒരു ഇമെയിൽ ആണെങ്കിലോ, എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യത്തിനായിരിക്കുമല്ലോ, അപ്പൊ അതിന്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രം നമ്മൾ എന്ത് ചെയ്യാ, ഇതേപോലെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക. എഴുതിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് എല്ലാവരും പറയാറുണ്ട്. പല ആൾക്കാർ പറയും ഫ്രം അഡ്രസ്, ഫ്രം എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ ഐ ഡി കൊടുക്കണം എന്നില്ല ഇമെയിലിൽ നിന്ന്. അത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഓൾറെഡി അത് അവിടെ ഉണ്ടാകുന്നതിനോടാട്ടോ. അപ്പൊ നിങ്ങൾ അത് എഴുതിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. പക്ഷെ എഴുതുന്ന എന്തിനാന്ന് വെച്ചാൽ ആ ഒരു നമുക്ക് ആ ഒരു ഫോമാറ്റ് എഴുതുന്ന സമയത്ത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, യെസ്. ഫ്രം എന്ന് പറഞ്ഞിട്ട് reha@gmail.com, അതായത് അയക്കുന്ന ആള്. ടു ആർക്കാണ്, ആർക്കാണോ അയക്കുന്നത് ആളുടെ പേരിട്ടിട്ട് @gmail.com. ദെൻ CC-യും BCC-യും ഇതേപോലെ ബ്ലാങ്ക് ആക്കി വെക്കാം. എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒന്നിലധികം ആൾക്കാർക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, ദെൻ അടുത്ത് കഴിഞ്ഞിട്ട് സബ്ജക്ട് എന്താ, റിഗാർഡിങ്, സംബന്ധിച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇനിയിപ്പോ എന്തിനെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ റിഗാർഡിങ് ഓ ആപ്ലിക്കേഷൻ എന്നുള്ള നിങ്ങൾ ഫില്ല് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓക്കെ, സല്യൂട്ടേഷൻ വേണം, വേണ്ടേ, അഭിസംബോധന ചെയ്ത് സംസാരിക്കണം. റെസ്പെക്റ്റഡ് സർ ഓ മാഡം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ടോ നമ്മൾ എന്തിനാ ഈ ഇമെയിൽ അയക്കുന്നതെന്ന് പറയണ്ടേ. ഐ സെൻഡ് ദിസ് ഇമെയിൽ ടു ഡ്രോ യുവർ അറ്റൻഷൻ ടു ദ ഫോളോയിങ് മാറ്റർ. ഓക്കെ, എന്തിനാണ് എന്നുള്ള അല്ലെ, താഴെ പറയുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇമെയിൽ അയക്കുന്നത് എന്നുള്ള പറയാം. ഐ സെൻഡ് ദിസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം അല്ലെ, ഓർ ഐ സെൻഡ് ദിസ് ഇമെയിൽ ടു ഇൻഫോം യു എ സ്പെഷ്യൽ മാറ്റർ. ഒരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇമെയിൽ അയക്കുന്നത് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇതിൽ ഏത് കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചോദ്യത്തിനനുസരിച്ചിട്ട് ക്വസ്റ്റ്യനിലുള്ള അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞ് നിർത്തുമ്പോൾ നമ്മൾ എങ്ങനെ നിർത്തണം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ഇഷ്യൂയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസേൺ ഒക്കെ ആയിരിക്കുമല്ലോ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു സൊല്യൂഷൻ ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ, അഥവാ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ യുവേഴ്സ് സിൻസിയർലി എന്ന് പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, എന്നിട്ട് നെയിം കൊടുക്കണം. ദെൻ ഇമെയിൽ ഐ ഡി കൊടുക്കാം. ഓക്കെ, ഇമെയിൽ ഐ ഡി പൊതുവെ പല ആൾക്കാർ കൊടുക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് റിപ്ലൈ ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട്. ഇനി അതല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇവിടെ ഓൾറെഡി നമ്മുടെ ഇമെയിൽ ഐ ഡി കാണുന്നുണ്ടല്ലോ ഫ്രം ആരാണ് അയക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, എന്നാലും അതിന്റെ ഫോമാറ്റിൽ ഈ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇതാണ് ഏകദേശം ഫോമാറ്റ് അല്ലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോ ഫോർമലും പറഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു അല്ലെ, ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിലിന്റെ ഫോമാറ്റ് പറഞ്ഞു. അപ്പൊ രണ്ടിലും ശ്രദ്ധിക്കുക, ഇവിടെയും എന്താ ഫ്രം ടു CC BCC സബ്ജക്ട് എന്നുള്ള കാര്യം അല്ലെ. എന്നാൽ ഫോർമൽ ആയിട്ടുള്ള ഇമെയിലും സെയിം കാര്യം തന്നെ പറയുന്നത്. അപ്പൊ നോക്കുക, രണ്ടിന്റെയും സ്റ്റാർട്ടിങ്ങിൽ ഒരു മാറ്റമില്ല. ഇപ്പൊ ലെറ്റർ ആണെങ്കിൽ ഒന്നിൻ്റെത് നമ്മൾ സെൻഡേഴ്സ് അഡ്രസ് മതി അല്ലെ.
നമ്മൾ അവിടെ ഫ്രം അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഫോമിലാകുമ്പോൾ നമ്മൾ ഫ്രം അഡ്രസ്സ് കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം, ടു അഡ്രസ്സ് കൊടുക്കണം, ആ രീതിയിലാണ്. അപ്പൊ അവിടെ തന്നെ നല്ലൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇമെയിലിന്റെ കേസിൽ രണ്ടിലും ഒരേപോലെയാണ് സ്റ്റാർട്ടിങ്ങിലുള്ള ഫോമാറ്റ് എന്ന് പറയുന്നത് അല്ലെ. ആകെ വ്യത്യാസം വരുന്നത് എവിടെ? സബ്ജക്റ്റിന്റെ കേസിലാണ്. ഫോമൽ ആവുമ്പോൾ എന്തായാലും സബ്ജക്ട് എന്താണ്? മാൻഡാറ്ററി ആണ് എന്നുള്ള, നിങ്ങൾ എന്തായാലും സബ്ജക്ട് കൊടുക്കണം. ഓക്കെ, യെസ്. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ നോക്കുക, ഈ രണ്ട് സ്ഥലത്ത് അല്ലെ. കോണ്ടന്റിന്റെ കേസിൽ ഇവിടെ ഇൻഫോർമൽ ആയിട്ടുള്ള ലെറ്റർ എഴുതുന്ന പോലെയാണ് ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ. അതേപോലെ തന്നെ ഫോമൽ ആയിട്ടുള്ള ഒരു ലെറ്റർ നമ്മൾ അയക്കുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ ഫോമൽ ആയിട്ടുള്ള ഇമെയിലിന്റെ കോണ്ടന്റ് വന്നിരിക്കുന്നത് അല്ലെ. യെസ്. അപ്പൊ ആ ഒരു വ്യത്യാസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്തൊരു ചോദ്യം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇവിടെ ചോദ്യം എന്താ നോക്ക്. ഇവിടെ ചോദ്യം എന്താണ് പറയുന്നത്? Your friend is going to visit the Nemoana village in Kandao Island to see the ritual of turtle calling. നിങ്ങളുടെ ഫ്രണ്ട് അല്ലെ എങ്ങോട്ട് പോവാണ്? ടു വിസിറ്റ് ദ നെമോന വില്ലേജ് അല്ലെ. കണ്ടാവു ഐലൻഡിലെ നെമോന വില്ലേജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തിനാണ്? ടു സീ ദ റിച്വൽ ഓഫ് ടർട്ടിൽ കോളിംഗ്. ടർട്ടിൽ കോളിംഗ് എന്ന് പറയുന്ന അല്ലെ ആ ഒരു റിച്വൽ കാണാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ് an email wishing him or her an adventurous journey. അപ്പൊ നമ്മളോട് പറഞ്ഞത് എന്താ? അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇമെയിൽ അയക്കാനാ പറഞ്ഞത് അല്ലെ. ആ ഫ്രണ്ടിന് ഒരു ഇമെയിൽ അയക്കാൻ നമ്മളോട് പറഞ്ഞു. എന്ത് വിഷ് ചെയ്തുകൊണ്ട്, അതായത് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേർണി ഒക്കെ വിഷ് ചെയ്തുകൊണ്ട് ഒരു ഇമെയിൽ നിങ്ങൾ അയക്കൂ. എന്നിട്ടോ ആൻഡ് ഓൾസോ വാർണിംഗ് ഹിം ഓർ ഹർ അബൌട്ട് ദി ഡേഞ്ചറസ് ഇൻ ദ റോക്കി ഐലൻഡ്. എന്നാൽ അവരെ എന്തും കൂടി വാൺ ചെയ്യണം. ആ റോക്കി ഐലൻഡിൽ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമുണ്ട്. അപ്പൊ അതിനൊക്കെ പറ്റി വാൺ ചെയ്തുകൊണ്ടും എന്നാൽ നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേർണി വിഷ് ചെയ്തുകൊണ്ടുമുള്ള ഒരു ഇമെയിൽ ആണ് നമ്മളോട് അയക്കാൻ വേണ്ടി പറഞ്ഞത് അല്ലെ. യെസ്. അപ്പൊ നമ്മൾ അയച്ചാലോ? നമ്മൾ നോക്കാം അല്ലെ എങ്ങനെയൊക്കെ അയക്കാന്നുള്ളത്. സോ നോക്ക്, ആദ്യം തന്നെ ഇമെയിൽ ആയതുകൊണ്ട് ഫ്രം എന്ന് പറഞ്ഞിട്ട് @gmail.com എന്നിട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ ഫ്രം ആരാണോ അയക്കുന്നത് അല്ലെ ആ ആളുടെ പേര് എന്ത് ചെയ്യുക? അപ്പൊ ഇവിടെ സോഫി എന്നാണ് കൊടുത്തത്. സോഫിയാണ് നമ്മുടെ ഫ്രണ്ട്. അയക്കുന്ന ആള് ഞാൻ അല്ലെ. ഇപ്പൊ ഞാനാണ് അയക്കുന്നത് എന്നുള്ള രീതിയിലാണല്ലോ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞത്. നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾ അയക്കുന്ന ലെറ്റർ എന്നല്ലേ. അപ്പൊ ആ ആള് എന്നുള്ള നിലയിൽ ഇപ്പൊ സോഫി എന്നുള്ള ഒരു പേര് ഞാൻ കൊടുത്തു. ഓക്കെ, സോഫി @gmail.com. ആർക്കാണ് അയക്കുന്നത്? നമ്മുടെ ഫ്രണ്ടിനാണ്. ഫ്രണ്ട് ആരാണ്? അലൻ ആണ്. ഫ്രണ്ടിന്റെ പേര് അലൻ @gmail.com. ഓക്കെ, എന്നിട്ട് സിസിയും BCC എന്ത് ചെയ്തു? ബ്ലാങ്ക് ആക്കി വെച്ചു. സബ്ജക്ട് കൊടുക്കാണ്. എന്തിനെ പറ്റിയിട്ടാ? സബ്ജക്ട് വിഷയം നമുക്ക് കൊടുക്കാം അല്ലെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഫോർമൽ ആയാലും നമുക്ക് എന്ത് ചെയ്യാം? വിഷയം നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് എക്സാമിനൊക്കെ. നോർമലി നമ്മൾ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ടിന് അയക്കുമ്പോൾ സബ്ജക്ട് നിർബന്ധമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. സബ്ജക്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇമെയിൽ സെൻഡ് ആവും. പക്ഷെ സബ്ജക്ട് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമുണ്ട്. സബ്ജക്ട് കൊടുക്കാം. കാരണം അവർക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ എന്താ ഇതിൽ പറയുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, സോ നോക്കുക, സബ്ജക്ട് പറയാണ് അബൌട്ട് the visit at Nemoana village for turtle calling. ഓക്കെ, ടർട്ടിൽ കോളിംഗ് സംബന്ധിച്ച് അല്ലെ. അപ്പൊ ആ ഒരു നെമോന വില്ലേജിലേക്കുള്ള ആ ഒരു ടർട്ടിൽ കോളിംഗ് കാണാനുള്ള വിസിറ്റ് സംബന്ധിച്ചാണ് നമ്മുടെ വിഷയം. ഓക്കെ, സോ പറയാം ഫ്രണ്ടിനോട്, ഡിയർ അലൻ, ഹൗ ആർ യു മൈ ഡിയർ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ ആ ഫോമാറ്റ് ഉണ്ട് അല്ലെ. ഐ റിയലി മിസ് യുവർ പ്രസൻസ്. ഹൗഎവർ ഇറ്റ്സ് ഗ്രേറ്റ് ടു ഹിയർ ദാറ്റ് യു ഇന്റൻഡ് ടു അറ്റൻഡ് ദ ടർട്ടിൽ കോളിംഗ് സെറമണി ഇൻ നെമോന വില്ലേജ് ഓൺ കണ്ടാവ്. ഓക്കെ, അതായത് നീ അവിടെ പോയിട്ട് ആ ഒരു നെമോന വില്ലേജിൽ പോയിട്ട് അല്ലെ ആ ഒരു ടർട്ടിൽ കോളിംഗ് കാണും എന്നുള്ളത്, ആ ഒരു അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാ എന്നുള്ള ആ ഒരു കാര്യമൊക്കെ കേട്ടതിൽ എന്താണ് അത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് പറയാം. യു വിൽ എൻജോയ് ഇറ്റ്. നീ തീർച്ചയായിട്ടും അത് എൻജോയ് ചെയ്യും. ഐ ആം ഷുവർ ഓഫ് ഇറ്റ്. എനിക്കത് ഉറപ്പാണ് എന്നുള്ളതാണ്. ഐ ഹാഡ് പ്രീവിയസ്ലി വിസിറ്റഡ് ആൻഡ് ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. ഞാൻ മുമ്പ് പോയിട്ടുണ്ട്, നല്ല അടിപൊളിയായിരുന്നു എന്നുള്ളതാണ്. എ ബ്യൂട്ടിഫുൾ ബീച്ച് beneath the cliffs of a rocky headland is where your boat anchors. After landing, you take a seat on some nearby rocks. You can climb a rocky path 150 or 200 feet up the rocky face if you so choose എന്ന് പറയാം അല്ലെ. അതായത് അവിടെ ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓരോ കാര്യത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് നമ്മുടെ ഫ്രണ്ടിന് കേട്ടോ. You may enjoy an amazing view from there. എന്നിട്ട് അത്രയല്ല ആ ഉയരത്ത് ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും അമേസിംഗ് ആയിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. However, there is a risk associated with climbing. പക്ഷെ ആ ക്ലൈംബിംഗിൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. Should you slip, you could fall into sharp rocks and suffer serious injuries. അല്ലെ, അതായത് സ്ലിപ്പ് ആവാനും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവാനൊക്കെ കാരണമുണ്ട്. കാരണം അവിടെ ഷാർപ്പ് ആയിട്ടുള്ള റോക്സ് ഒക്കെ ഉണ്ട് എന്നുള്ളത് പറയാണ്. Okay, there are whirlpools and very deep water in some areas of the sea close to the cliffs. ആ ക്ലിഫിന്റെ അടുത്തൊക്കെ അല്ലെ പല സ്ഥലത്തും ഭയങ്കരമായിട്ടുള്ള ആ ഒരു ചുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നല്ല ആഴമുള്ള വെള്ളമൊക്കെ ആണെന്ന് പറയാം. You are dying
ഇഫ് യു ആർ ട്രാപ്ഡ് ഇൻ വൺ ഓഫ് ദം, അതിൽ ഏതെങ്കിലും ഒന്നിൽ കുടുങ്ങിയാൽ നീ മരിച്ചു പോവേന്ന് പറയാണ്. അപ്പോൾ സോ ബി കെയർഫുൾ ആൻഡ് അവോയ്ഡ് അറ്റംപ്റ്റിംഗ് എനി ഹീറോയിക്സ് ദർ. അപ്പോൾ നീ എന്ത് ചെയ്യണം? വളരെ കെയർഫുൾ ആയിരിക്കണം. അവിടെ പോയിട്ടല്ലേ സാഹസിക രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയണം. അതൊക്കെ അവോയ്ഡ് ചെയ്യാം. ഐ ആം അല്ലെ എന്താ പറഞ്ഞ, ഐ ആം ഹോപ്പിംഗ് ദ ബെസ്റ്റ് ഫോർ യു, എൻജോയ് യുവർ സെൽഫ് ആൻഡ് വെൻ യു ഗെറ്റ് ബാക്ക് ടെൽ മീ അബൌട്ട് ഇറ്റ്. നന്നായിട്ട് എൻജോയ് ചെയ്തൊക്കെ വാ, എന്നിട്ട് ഇവിടെ എത്തിയിട്ട് അതിനൊക്കെ പറ്റിയിട്ട് എന്നോട് സംസാരിക്കുക എന്ന് പറയാം. കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ, മേ ഗോഡ് ബ്ലെസ് യു. എല്ലാ ആൾക്കാരോടും എന്റെ അന്വേഷണം പറയണം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വിത്ത് ലവ്, സോഫി. സിമ്പിൾ അല്ലേ? പെട്ടെന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റി. അതായത് ഇമെയിൽ കാണുമ്പോൾ തന്നെ ഫ്രം എഴുതണം. ആരാണ് അയക്കുന്നത് dash@gmail.com 2 എന്ന് പറഞ്ഞിട്ട് ആർക്കാണ് അയക്കുന്നത് ആളുടെ പേര് @gmail.com CC ബ്ലാങ്ക് ആക്കി വെക്കുക. സബ്ജക്ട് എന്ത് ചെയ്യുക? മെൻഷൻ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിനാണെങ്കിൽ ഒരു ഫ്രണ്ട്ലി ഇമെയിൽ എന്നുള്ള രീതിയിൽ കോണ്ടന്റ് സെറ്റ് ആക്കുക. ഫോർമൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ഫോർമൽ ലെറ്ററിന്റെ അതേ ഒരു ടോണിൽ നമുക്ക് ഇതേ അതിന്റെ കോണ്ടന്റ് സെറ്റ് ചെയ്യുക എന്നുള്ള അല്ലെ. യെസ്. എന്നിട്ട് നിർത്തുന്ന സമയത്ത് ഒരു ലെറ്റർ ഒക്കെ ക്ലോസ് ചെയ്യുന്ന പോലെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇമെയിൽ ക്ലോസ് ചെയ്യുന്ന അല്ലെ, ആ ഒരു ശൈലിയിൽ ഫ്രണ്ട്ലി ലെറ്റർ ക്ലോസ് ചെയ്യുന്ന ശൈലിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇമെയിൽ നമ്മൾ ക്ലോസ് ചെയ്തു എന്നുള്ള. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഇമെയിലിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന്റെ ഫോർമാറ്റിന്റെ മാർക്ക് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും അടിപൊളിയായിട്ട് തന്നെ ഇംഗ്ലീഷിന് എക്സാം എഴുതാൻ വേണ്ടി പറ്റട്ടെ. നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യൂ. ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.